ചക്കക്കുരു കാലങ്ങളോളം സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ 3 വിധത്തിൽ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരമാകുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും അതുപോലെ പച്ചച്ചക്കയും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല റെസ്പോൺസ് കിട്ടിയ വീഡിയോ ആണ്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചക്കേൻ്റെയൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഉണ്ടാവുമല്ലേ ചക്കക്കുരുവൊക്കെ. അപ്പോൾ പലരും ചക്കക്കുരു ഒന്നും അധികം അങ്ങനെ യൂസ് ചെയ്യാണ്ട് കളയുന്ന കാണാറുണ്ട്. അപ്പോൾ നമുക്ക് പിറ്റേന്നത്തെ കൊല്ലത്തേക്കൊക്കെ ചക്കക്കുരുവും അതുപോലെ ചക്കയൊക്കെ ഒന്ന് കിട്ടാത്തൊരു സീസണിൽ നമുക്കിത് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് കഴിക്കണം എന്നൊരു കൊതി തോന്നുന്ന സമയത്ത് ഇതുപോലെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതാ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളൊരു 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള ചക്കക്കുരു എടുക്കുന്നത്. ചക്കയിൽ നിന്ന് ആ ഒരു കുരുവൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു അംശമൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ചൊന്ന് ഉണങ്ങിയത് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് നമുക്ക് സൂക്ഷിച്ച് വെക്കുമ്പോൾ മോശമായി പോകാണ്ടിരിക്കുക. പെട്ടെന്ന് നമ്മൾ ചക്കയിൽ നിന്നൊക്കെ എടുത്തിട്ട് ആ ഒരു വെള്ളപ്പറ്റോടെ കൂടി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് നിൽക്കില്ല. അതിൽ പൂപ്പലൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ അത് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവില്ല. നമ്മൾ വെറുതെ വീട്ടിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് 1-2 ദിവസം കൊണ്ട് തന്നെ പിറ്റേന്നൊക്കെ പൂപ്പൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഉണങ്ങിയതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ പൊട്ടിയതും കീറ് വീണതും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അങ്ങ് മാറ്റി വെക്കുക. നല്ലത് മാത്രം നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇത് മോശം ഒക്കെ ഞാനങ്ങ് മാറ്റി വെച്ചിട്ട് നല്ല കുറച്ച് മാത്രം ഇങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക. ഇനി പ്ലാസ്റ്റിക് കവറിലേക്ക് നമുക്കിത് എടുത്ത് വെച്ച നല്ല ചക്കക്കുരു മാത്രം മുഴുവനായിട്ടും അതിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ചെയ്യുന്നത് എയറൊന്നും കടക്കാത്ത വിധത്തിൽ ഈ ഒരു പ്ലാസ്റ്റിക് കവറ് നമ്മളൊന്ന് കെട്ടിവെക്കുക ചെയ്യുന്നത്. ഒന്നുകിൽ റബ്ബർ ബാൻഡ് കൊണ്ട് നല്ല വൃത്തിയിലൊന്ന് കെട്ടിവെക്കുക, അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്യുന്നത് പോലെ ഇതുപോലെ ഒന്ന് കെട്ടിവെച്ച് കഴിഞ്ഞാൽ മതിയാകും. അപ്പോൾ എയർ കടക്കാത്ത വിധത്തിൽ വേണം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നനവോടുകൂടി നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും നിൽക്കില്ല. നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങളിത് എടുത്ത് വെക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതുപോലെ ഒന്ന് കെട്ടാക്കി വെച്ചിട്ട് നമ്മളിത് ഇതുപോലെയുള്ള മൺചട്ടിയോ അല്ലെങ്കിൽ കുടുക്കയൊക്കെ ഉണ്ടാവില്ലേ, കലമൊക്കെ മണ്ണിൻ്റെ കലം, അതിലൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ മതി. അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കലം എടുത്തിട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒന്ന് മൂടി വെക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ തന്നെ അങ്ങ് വെക്കുകയോ ചെയ്താൽ മതി. കുറേ കാലം നമുക്ക് ചക്കക്കുരു സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത്ര അളവിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് അളവിലുണ്ടെങ്കിൽ ഒരുപാടൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഒരു 2-3 അല്ലെങ്കിൽ ഒരുപാട് അധികം ഉണ്ടെങ്കിൽ ഒരു 4-5 കവറിലൊക്കെ ആക്കിയിട്ട് ഇതുപോലെ ഈ ഒരു ചട്ടി തന്നെയല്ല, ഒരുപാട് കലമൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. ഇതുപോലെ ഒരു 10-15 ചക്കക്കുരു കാണിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഈ കുറച്ച് അളവിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് എടുക്കുന്നത് നമ്മൾ നല്ല ചക്കക്കുരു തന്നെയാണ്. പൊട്ടിയ പോലത്തെ ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ, അതിൻ്റെ പുറമേയുള്ള ആ ഒരു വെള്ള കളറിലുള്ള തൊലി മാത്രം അങ്ങ് കളഞ്ഞാൽ മതി. ചക്കക്കുരു തൊലി കളയാനുള്ള എളുപ്പ മാർഗ്ഗമുണ്ട് കേട്ടോ. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചക്കക്കുരു ഒന്ന് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് തണുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ ചുരണ്ടേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് കൈ കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു വെള്ള പാർട്ടൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്താലും നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ ഒരു വെള്ള പാർട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബ്രൗൺ പാർട്ട് മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. പണ്ടത്തെ കാലത്തൊക്കെ ബ്രൗൺ പാർട്ടൊക്കെ ചുരണ്ടി കളിയുന്ന കാണാറുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരും ഞാനടക്കം ഈ ബ്രൗൺ പാർട്ട് യൂസ് ചെയ്യാറുണ്ട്, അത് കളയാറില്ല. അപ്പോൾ നമ്മളിതാ ഇത് എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഴുകിയെടുക്കാം. ഇത് നമ്മൾ വൃത്തിയാക്കിയതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം, അല്ലെങ്കിൽ കഴുകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളൊരു ആവി പാത്രത്തിൽ ഇതുപോലെ ഒന്ന് ആവിക്ക് വെച്ച് പുഴുങ്ങിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇഡ്ഡലിത്തട്ടിലോ ഏതെങ്കിലും പാത്രത്തിലെടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. വെള്ളത്തിൽ വെച്ചിട്ട് വേവിക്കരുത്, ആവിക്ക് വെച്ചിട്ട് മാത്രമേ വേവിക്കാൻ പാടുള്ളൂ. വെള്ളത്തിൽ വെച്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് അത് നല്ലോണം വെന്തിട്ട് അതിൻ്റെ ആ ഒരു വെള്ളപ്പറ്റൊക്കെ ഇറങ്ങി പശ പോലെ ആയിപ്പോൾ. അതുകൊണ്ട് അങ്ങനെ ചെയ്യില്ല. നിങ്ങൾ ഇതുപോലെ ആവിക്ക് വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്കൊരു 10 മിനിറ്റ് ആവിയേറ്റതിന് ശേഷം അത് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നല്ലപോലെ ഒന്ന് തണുത്ത് കിട്ടണം. ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഇത് ഫ്രീസറിലേക്കൊന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തണുത്തതിന് ശേഷം മാത്രം വെക്കുക, അത് പ്രത്യേകിച്ചൊന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഫ്രീസറിൽ ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 മണിക്കൂർ അതൊന്ന് കട്ട പോലെ ആവില്ലേ നമ്മളെ ആ ഒരു ചക്കക്കുരു, അതുവരെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഏകദേശം ഒരു 3-4 മണിക്കൂർ കൊണ്ട് തന്നെ അത് നല്ല ഇതായി കിട്ടും. അപ്പോൾ ഇനി 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തൊടുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും ഒരു ഐസിൻ്റെ കട്ട പോലെ ഉണ്ടാവുക. അപ്പോൾ ഇനി അത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു സിപ്ലോ കവറിലേക്ക് മാറ്റി കൊടുക്കുക ചെയ്യുന്നത്.
പിന്നെ സിപ്ലോ കവറിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രീസറിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഏകദേശം ഒരു വർഷങ്ങളോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഇതുപോലുള്ള ചെറിയ ചെറിയ കവറിലാക്കി സൂക്ഷിച്ച് വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ളത് കുറേശ്ശെ എടുത്ത് പുറത്ത് വെച്ചാൽ മതി. ഒരുപാട് വലിയ അളവിൽ വലിയ കവറിൽ സൂക്ഷിച്ച് വെക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലുള്ള ചെറിയ ചെറിയ കവറിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞതാണ്. ഇനി നമ്മളിത് ഇതുപോലെ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് ഇതുപോലുള്ളൊരു ബോക്സ് എടുക്കാം. അപ്പോൾ കുറച്ച് വലിയ ഇതുപോലുള്ളൊരു ബോക്സ് എടുത്തിട്ട് നമുക്കിത് അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് ഒന്ന് മൂടിയിട്ട് നമുക്ക് ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ച് വെക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം നമുക്ക് ഈ ചക്കക്കുരു ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ കുറേശ്ശെ അളവിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. നമ്മൾ എപ്പോഴെങ്കിലും ഇതുപോലെ നമുക്കൊരു കൊതി തോന്നുന്ന സമയത്ത് നമുക്ക് ഇതെടുത്തിട്ട് തോരനോ അല്ലെങ്കിൽ പരിപ്പിട്ട് കറിയോ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റും. ഇനിയിപ്പോൾ മൂന്നാമത്തെ മെത്തേഡ് നമ്മൾ കാണിക്കുന്നത് ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് ബോക്സ് തന്നെ എടുക്കുന്നുണ്ട്. കുറച്ച് വലിയ ബോക്സ് തന്നെയാണ് എടുക്കുന്നത്. അതിലേക്ക് ഇത് ന്യൂസ് പേപ്പർ നമ്മൾ ഒരു 3-4 പ്രാവശ്യം മടക്കിയിട്ട് ഇതുപോലുള്ളൊരു കട്ടിയിലാക്കിയിട്ട് ഇതിൽ വെക്കുക. എന്നിട്ട് സാധാരണ നല്ല ചക്കക്കുരു തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൊട്ടലൊന്നും ഇല്ലാത്ത നല്ല ചക്കക്കുരു ഇതുപോലെ കുറച്ച് അളവിലൊന്ന് വിടർത്തി ഇട്ട് കൊടുക്കുക. കൂട്ടം കൂടെ അങ്ങനെ ഇടരുത്, ഇതുപോലെ ഒന്ന് വിടർത്തി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലുള്ള വേറെ ഒരു ന്യൂസ് പേപ്പർ ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഒന്ന് മടക്കിയിട്ട് നല്ല കുറച്ച് കട്ടിയിൽ തന്നെ ഇതിൻ്റെ മേലെയും കൂടി ഒന്ന് വെക്കുക. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്രീസറിലൊക്കെ വെക്കുമ്പോൾ വെള്ളപ്പറ്റൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ മേലെ വീണ്ടും നമുക്ക് ചക്കക്കുരു വെക്കാം. കുറച്ച് നല്ല വലിയ സൈസുള്ള പാത്രമൊക്കെ ആണെങ്കിൽ ഒരുപാട് ലെയറായിട്ട് നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ എന്ന് പറയുമ്പോൾ വേറെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്ഥലമൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറ്റിയിട്ട് ഇത് ഇങ്ങനെ ചെയ്താൽ വളരെ നല്ലതാണ് കേട്ടോ. അങ്ങനെ കുറേ ലെയറാക്കി വെക്കുമ്പോൾ ഒരുപാട് അളവിൽ കൊള്ളുകയും ചെയ്യുമല്ലോ. അപ്പോൾ വേറൊരു ഇതെടുത്തിട്ട് വീണ്ടും നമുക്ക് പേപ്പർ എടുത്തിട്ടൊന്ന് മൂടിയിട്ട് ഫ്രീസറിൽ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഇതുപോലുള്ള ഈ 3 മെത്തേഡും കൂടാണ്ട് വേറൊരു മെത്തേഡും കൂടിയുണ്ട്. മണ്ണിൽ സൂക്ഷിച്ച് വെക്കുന്ന കാണാറുണ്ട്. നമ്മൾ ചട്ടിയിലോ കലത്തിലോ നമ്മുടെ വീട്ടിലുള്ള ഒരു പൂഴിയോ അല്ലെങ്കിൽ സാധാരണ മണ്ണൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എടുത്തിട്ട് ചട്ടിയിലിട്ടിട്ട് ചക്കക്കുരു അതിൽ വെച്ചിട്ട് കുറേ കാലം നിൽക്കും കേട്ടോ. അതായത് വെള്ളപ്പറ്റൊന്നും ഇല്ലാത്ത പോലത്തെ മണ്ണ് വേണം, പൂഴി പോലത്തെ മണ്ണുണ്ടല്ലോ അത് വേണം നോക്കിയിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു 3 മെത്തേഡും നമുക്ക് വളരെയധികം ഉപകാരമുള്ളതാണ്. അപ്പോൾ ആ ഒരു സീസണൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് അത് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ നിന്നും അതുപോലെ ഈ കാലത്തു നിന്നൊക്കെ എടുത്തിട്ട് നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്